ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ടിഗ്നോമെട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ആദ്യം ചോദ്യം എഴുതിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ശരിക്ക് മനസ്സിലാക്കുക. നോക്കൂ, നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഈഫ് cosec theta plus cot theta equal to x, find the value of cosec theta minus cot theta. ഇതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2016 എക്സാമിനേഷൻ ചോദിച്ചാണ് കേട്ടോ. 2016. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കൊസീക്കും കോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡൻറ്റിറ്റി കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ നിന്ന് നമുക്കിതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ഞാൻ എഴുതി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്. അപ്പം ഈ എക്സ് ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു 1. കൊസീക്ക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു ത്രെഡ് നമുക്ക് 1/x എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. എല്ലാവരും എഴുതിയിരിക്കും. നമുക്കിതിൽ നിന്ന് ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ റിലേഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2016 ചോദിച്ച അതേ ചോദ്യം തന്നെ, അതേ ഇയറിൽ തന്നെ ചോദിച്ചതാണ്. ഈഫ് 1 പ്ലസ് കോസ് എ ഇൻറ്റു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഈക്വൽ ടു 3/4, ഫൈൻഡ് സീക്ക് എ. ഇതാണ് നമ്മൾ ചോദിച്ചത്. 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഈക്വൽ ടു 3/4. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി കെ? നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാം. കാരണം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. ഈ മൈനസ് കോസ് സ്ക്വയറിന് ഇങ്ങോട്ടും ഈ 3/4 ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? 1 മൈനസ് 3/4 ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എന്ന് കിട്ടും. വാട്ട് ഈസ് 1 മൈനസ് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/4. 1/4 ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? കോസ് എ ഈക്വൽ ടു 1/2. ഇതിൻ്റെ റൂട്ട് എടുത്താൽ 1/2 എന്ന് കിട്ടുക. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് സി കെ ആണ്. സി കെ എന്താണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ 2 എന്നാണ് കിട്ടുക. ദെർഫോർ ആൻസർ ഈസ് 2. ഓക്കെ, നമുക്ക് പ്ലസ് ഓർ മൈനസ് 2. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോസ് എ ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ 2 വാല്യൂ ഉണ്ടാവും, പ്ലസ് വാല്യൂ ഉണ്ടാവും, മൈനസ് വാല്യൂ ഉണ്ടാവും. കാരണം കോസ് സ്ക്വയർ 1/4 കോസ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 കൊടുക്കാം കേട്ടോ. 2 വാല്യൂ, പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. യെസ്, ഇതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. If tan A equal to 5/12, find the other trigonometric ratios. Find the other trigonometric ratios. Tan A 5/12 ആണെങ്കിൽ അതർ trigonometric ratios. നമുക്ക് ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? എ, ബി,
സി. ഈ ആംഗിള് ടാൻ എ. ടാൻ എന്താണ് ശരിക്കും? ടാൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് ടാൻ എന്ന്. 5/12. നോക്കൂ, ഈ എയുടെ ഓപ്പോസിറ്റ് സൈഡാണിത്, അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇനി എ സിയുടെ ലെങ്ത്ത് നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം കണ്ടുപിടിക്കാം. എ സി ഈക്വൽ ടു √12² പ്ലസ് 5². നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ വാല്യൂ 144 പ്ലസ് 25 ആണ്. നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ 13 ആണ് കിട്ടുക. 169 റൂട്ട് 13 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടി 13 എന്ന് കിട്ടി. ഇനി നമ്മോട് ചോദിക്കുകയാണ് മറ്റ് റേഷ്യോസ്. അപ്പോൾ ഒന്നാമത്തെ റേഷ്യോ സൈനെ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. രണ്ടാമത്തത് കോസെ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മൂന്നാമത്തത് ടാനെ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 5/12. അടുത്തത് കൊസീക്ക് എ ഈക്വൽ ടു സൈൻ റെസിപ്രോക്കൽ 13/5. അടുത്തത് സീക്ക് എ ഈക്വൽ ടു 13/12, ഇതിൻ്റെ റെസിപ്രോക്കൽ. കോട്ട് എ ഈക്വൽ ടു 12/5. ഇതാണ് ഈ 5 റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. Fourth question, prove that prove that 1/CA minus tan A minus 1/cos A equal to 1/cos A minus 1/CK plus tan A. ഇതാണ് ക്വസ്റ്റ്യൻ. 1/CK minus tan A minus 1/cos A equal to 1/cos A minus 1/CK plus tan A. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ LHS ഞാൻ ആദ്യം എഴുതാം. നോക്കൂ, LHS. What is LHS? 1/CK minus tan A minus 1/cos A. ഈ CK മൈനസ് tan Aയുടെ മുകളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും CK പ്ലസ് tan A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ CK പ്ലസ് tan A ഡിവൈഡ് ബൈ CK മൈനസ് tan A ഇൻറ്റു CK പ്ലസ് tan A. ഇതാണ് ഫസ്റ്റ് ടേം. അത് എന്തുകൊണ്ടാണ് ഞാൻ CK പ്ലസ് tan കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? sec² θ മൈനസ് tan² θ ഈക്വൽ ടു 1 ഐഡൻറ്റിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഡിനോമിനേറ്ററിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി വരും. അതിന് വേണ്ടിയാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. നോക്കൂ, മൈനസ് 1/cos A എന്ന് പറഞ്ഞാൽ CK ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? CK മൈനസ് tan A ൻ്റെ കോൺജുഗേറ്റ്, അതായത് പ്ലസ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം മുകളിൽ എന്താ വരിക? CK പ്ലസ് tan A. താഴെ എന്താ വരിക? ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ sec² A മൈനസ് tan² A മൈനസ് CK. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 ആയി. ഈ ഡിനോമിനേറ്റർ നമുക്ക് 1 ആയി. 1 ആയതുകൊണ്ട് ന്യൂമറേറ്ററിലെ വാല്യൂ എന്തായിരിക്കും? CK പ്ലസ് tan A മൈനസ് CK. അപ്പോൾ ഈ CK കട്ടായി, വിച്ച് ഈസ് ഈക്വൽ ടു tan A എന്നായി. ഇതാണ് നമ്മുടെ LHS. അപ്പോൾ LHSൻ്റെ വാല്യൂ നമുക്ക് tan A എന്ന് കിട്ടി. ഇനി RHS ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാം. വാട്ട് ഈസ് RHS? നോക്കൂ, RHS നോക്കാം. RHS റൈറ്റ് ഹാൻഡ് സൈഡ്. RHS എന്താണ്? 1/cos A മൈനസ് 1/CK പ്ലസ് tan. വാട്ട് ഈസ് 1/cos A? CK ആണ് മൈനസ്. ഇതിൻ്റെ കോൺജുഗേറ്റോട് താഴെ മോൾ മൾട്ടിപ്ലൈ എന്താ ഉണ്ടാവുക? CK മൈനസ് tan A ഡിവൈഡ് ബൈ CK പ്ലസ് tan A ഇൻറ്റു CK മൈനസ് tan A വിച്ച് ഈസ് ഈക്വൽ ടു CK മൈനസ് tan A ഡിവൈഡ് ബൈ
സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ ആൻസർ 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് എ മൈനസ് ടാൻ എ. ഇവിടെ 2 ടേം ഉള്ളതുകൊണ്ട് മുന്നിൽ ബ്രാക്കറ്റ് വേണം. വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് എ മൈനസ് സീക്ക് എ പ്ലസ് ടാൻ എ എന്ന ആൻസർ കിട്ടും. നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ന് കിട്ടും, ടാൻ എ കിട്ടും. അപ്പോൾ നമുക്ക് LHS സിംപ്ലിഫൈ ചെയ്തപ്പോഴും ടാൻ ആണ് കിട്ടിയത്, RHS സിംപ്ലിഫൈ ചെയ്തപ്പോഴും ടാൻ ആണ് കിട്ടിയത്. ദെർഫോർ LHS ഈസ് ഈക്വൽ ടു RHS. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. നോട്ടിലേക്ക് എഴുതിയിരിക്കുക, പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്താൽ ഓർമ്മയിൽ നിൽക്കില്ല. പല തവണ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് sin a plus b equal to 1 and tan a minus b equal to 1 by root 3. Find the value of ഒന്നാമത്തെ ക്വസ്റ്റ്യൻ tan a പ്ലസ് cot b. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ sec a മൈനസ് cosec b. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ 1 ആണ്. സൈൻ എ പ്ലസ് ബിയുടെ വാല്യൂ 1 ആണ്. എപ്പോഴാണ് സൈന് 1 ആവുക? സൈൻ 90 ആണ് 1 ആവുക. അപ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ ഒന്നാമത്തതിൽ നിന്നും എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി, ക്വസ്റ്റ്യൻ നമ്പർ 1. എ മൈനസ് ബി, ടാൻ എ മൈനസ് ബി എപ്പോഴാണ് 1 ബൈ റൂട്ട് 3 ആവുക? ടാൻ എപ്പോഴാണ് 1 ബൈ റൂട്ട് 3 ആവുക? 30 ഡിഗ്രിയാണ്. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി, ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ എ പ്ലസ് എ 2a എന്ന് കിട്ടും. 2a ഈക്വൽ ടു 120 ഡിഗ്രി, എ ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടി. എ 60 ആണെങ്കിൽ എന്താണ്? 60 ഡിഗ്രി പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി, ബി ഈക്വൽ ടു എത്ര നമുക്ക് 30 ഡിഗ്രി. അപ്പം നമുക്ക് കാണാനുള്ള എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ? ടാൻ എ പ്ലസ് കോട്ട് ബി ഈക്വൽ ടു ടാൻ 60 പ്ലസ് കോട്ട് 30. ഇതിൻ്റെ വാല്യൂ ആണ് ടാൻ 60 ആണ് എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ 60? റൂട്ട് 3 ആണ്. റൂട്ട് 3 പ്ലസ് ഇതോ കോഡ് 30, അതും റൂട്ട് 3 തന്നെയാണ്. സോ റൂട്ട് 3 പ്ലസ് റൂട്ട് 3 ഈക്വൽ ടു 2 റൂട്ട് 3 ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്തത് സീക്ക്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? സീക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരിക? എ നമുക്ക് സീക്ക് 60 ഡിഗ്രി തരും, കൊസീക്ക് 30 ഡിഗ്രി തരും. അപ്പോൾ സീക്ക് 60 തരണം എന്താ? ഇത് ശരിക്കും കോംപ്ലിമെൻ്ററിയിൽ വരുന്ന ചോദ്യമാണ് കേട്ടോ. ഞാൻ പിന്നത് കോംപ്ലിമെൻ്ററിയിൽ അല്ലാതെ ചെയ്താണ്. 60 ഡിഗ്രിൻ്റെയും 90 ഡിഗ്രിയുടെ ഒക്കെ ഡയറക്റ്റ് വാല്യൂ എന്നൊക്കെ അറിയുന്നതാണ്. ഇത് ശരിക്കും കോംപ്ലിമെൻ്ററിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രോബ്ലം. സീക്ക് 60 എന്ന് പറയുമ്പോൾ 2 ആണ് വരിക കേട്ടോ. ദ വാല്യൂ ഓഫ് സീക്ക് 60 ഈസ്, കാരണം എന്താ? കോസ് 60 1/2 ആണല്ലോ, അതിൻ്റെ റെസിപ്രോക്കലാണ്. മൈനസ് കൊസിക് 30 സൈൻ 30യുടെ ഇതാണ്. അപ്പോൾ 2 - 2 ആൻസർ കിട്ടും, നമുക്ക് 0 കിട്ടും കേട്ടോ. ശരി, ഇതാണ് ഈ പ്രോബ്ലം. നമുക്ക് 2 രൂപത്തിലും ചെയ്യാം. ഒന്ന് നോർമലി 90 ഡിഗ്രിയുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
2015 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 5th പ്രോബ്ലം തോന്നുന്നുണ്ട് അല്ലേ? ഏത്? ഓക്കെ. സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നോക്കൂ, ഇത് എ ക്യൂ പ്ലസ് ബി ക്യൂ ആണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. അറിയാത്ത ആളുകൾ ഐഡൻറ്റിറ്റി ചെയ്തിരിക്കുന്ന എ ക്യൂ പ്ലസ് ബി ക്യൂ, എ ക്യൂ പ്ലസ് ബി ക്യൂ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ കോസിന് ക്യാൻസൽ ചെയ്തു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു RHS. ഇതാണ് നമ്മളെ ആൻസർ. എല്ലാവരും ക്ലിയറാക്കി എഴുതിയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6. പ്രൂവ് ദാറ്റ് sin A plus cos A divided by sin A minus cos A plus sin A minus cos A divided by sin A plus cos A equal to 2 by 1 minus 2 cos square A. ശ്രദ്ധിക്കുക എല്ലാവരും, ഇതാണ് നമ്മൾ LHS. LHS ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള സൈൻ എ പ്ലസ് കോസ് എ ഇതേ സൈൻ എ പ്ലസ് കോസ് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തതോ സൈൻ എ മൈനസ് സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ മൈനസ് കോസ് എന്താ വരിക? സൈൻ എ മൈനസ് കോസ് എ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക? സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ പ്ലസ് കോസ് എ. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ ചെയ്തതെന്നുള്ളത്? ഇതിനെ ഇതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയർ, ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ. ഒന്നാമത്തെ എക്സ്പാൻഡ് ചെയ്തു. ഈ രണ്ടാമത്തെ എക്സ്പാൻഡ് ചെയ്യുമ്പം സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ ഓൾ ഡിവൈഡ് ബൈ ഇത് സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ. അപ്പോൾ ഈ മൈനസ് 2 സൈൻ എ കോസും പ്ലസ് 2 സൈൻ എ കോസും കട്ട് ചെയ്ത് പോയി. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ 1 ആവും. വീണ്ടും സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ 1 ആവും. അപ്പോൾ 1 ആഡ് ചെയ്ത് എത്ര കിട്ടുക? മുകളിൽ 2 എന്ന് കിട്ടും. ഇവിടെ ബൈ സൈൻ സ്ക്വയർ എക്ക് നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ ഒരു മൈനസ് കോസ് സ്ക്വയറും കൂടി വരും. മനസ്സിലായോ? ഈ സൈൻ സ്ക്വയറിൻ്റെ റിസൾട്ട് 1 മൈനസ് കോസ് സ്ക്വയർ കൊടുക്കും. പിന്നെ മൈനസ് കോസ് സ്ക്വയർ മൈനസ് കോസ് സ്ക്വയറും കൂട്ടി എത്രയായി? 2 ഡിവൈഡ് ബൈ 1 മൈനസ് 2 കോസ് സ്ക്വയർ എ. ഇതാണ് നമ്മുടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു RHS. എല്ലാവരും എഴുതിക്കും. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 2014 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് sin theta equal to x, sec theta equal to y, sec theta equal to y. Sin theta equal x, sec theta equal y.
ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് തീറ്റ. ഫൈൻഡ് കോട്ട് തീറ്റ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ, നമ്മൾ ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് കാണും. എത്ര കിട്ടും നമുക്ക്? എക്സ് വൈ എന്നാണ് കിട്ടും അല്ലേ? സൈൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. എന്താ സീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റയാണ് സീക്ക് തീറ്റ ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ ഇവിടെ സൈന് ഇൻറ്റു 1 സൈൻ ബൈ 1 ഇൻറ്റു കോസ് കോസ് ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ നമ്മളോട് ചോദിച്ചെന്താണ്? കോട്ട് തീറ്റൻ്റെ വാല്യൂ ആണ്. കോട്ട് തീറ്റ എന്താ വരിക? ടാൻ്റെ റെസിപ്രോക്കലാണ്. അതുകൊണ്ട് കോട്ട് തീറ്റയുടെ വാല്യൂ 1/xy ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് കൊസീക് തീറ്റ ഈക്വൽ ടു 5/3. കൊസീക് തീറ്റ ഈക്വൽ ടു 5/3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫൈൻഡ് കോസ് തീറ്റ പ്ലസ് ടാൻ തീറ്റ. നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യാം. നോക്കൂ, അതായത് ഇതാണ് തീറ്റ എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് എ ട്രയാങ്കിൾ എ ബി സി. എന്താ കൊസിക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ്റെ നേരെ റെസിപ്രോക്കലാണ്. ഹൈപ്പോട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ്. കൊസിക് പറഞ്ഞാൽ ഹൈപ്പോട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാൻ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 5² - 3² വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 - 9. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടുക. കാരണം 16 ആണ് വരിക, ഇവിടെ 4 എന്ന് കിട്ടും. ഇനി നമ്മളെന്താ ചോദിച്ചത്? കോസ് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് 4/5. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. കോസ് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽ ടു 4/5 പ്ലസ് 3/4. 16 പ്ലസ് 15/20 ഈക്വൽ ടു 31/20 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. 31/20. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ ഓർമ്മയില്ലാത്തതാണ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടില്ല. സോൾവ് ദ ഇക്വേഷൻ. Solve the equation for theta. എന്താ നമ്മൾ പറയുകയാണ്? കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3. നമ്മളോട് എന്താ ചോദിച്ചു നോക്കൂ? സോൾവ് ദ ഇക്വേഷൻ ഫോർ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഇതാണ്: കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നോക്കൂ, ഇത് കോസ് സ്ക്വയർ തീറ്റ മുകളിൽ, താഴെ കോട്ടാണ്. അപ്പോൾ കോട്ടിന് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, ഈക്വൽ ടു 3. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, മുകളിൽ കോസ് സ്ക്വയർ ആണ്, താഴെ കോട്ടിനെ കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ ആക്കി, പിന്നെ കോസ് സ്ക്വയർ. ഈ മുകളിൽ നിന്ന് കോസ് സ്ക്വയർ ഇവിടെ ഉണ്ട്, ഈ താഴെ നിന്ന് കോസ് സ്ക്വയർ വെളിയിലെടുക്കുക. അപ്പം കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഇതിൽ നിന്ന് രണ്ടൊന്നും കോസ് സ്ക്വയർ വെളിയെടുത്താൽ എന്നിട്ട് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ
മൈനസ് 1 ഈക്വൽ ടു 3. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാണ്ടോ? മുകളിൽ കോസ് സ്ക്വയർ ഉണ്ട്, അതാണിത്. ഇതിൽ നിന്നും കോസ് സ്ക്വയർ പുറത്തെടുത്താൽ ഇവിടെ 1/sin² തരും, ഇവിടെ 1 വരും. അപ്പോൾ ഈ കോസും വെട്ടിപ്പോയി, കോസ് സ്ക്വയർ വെട്ടിപ്പോയി. 1/sin² ആണ് എന്താ? കൊസീക്ക് സ്ക്വയർ ആണ്. അപ്പം 1/cosec² θ മൈനസ് 1 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ കൊസീക്ക് സ്ക്വയർ θ മൈനസ് 1 എന്താണ്? കോട്ട് സ്ക്വയർ θ ആണ്. അപ്പോൾ 1/cot² θ ഈക്വൽ ടു 3. 1/cot ആണ് ടാൻ ആണല്ലോ, അപ്പോൾ tan² θ ഈക്വൽ ടു 3. tan θ ഈക്വൽ ടു +or -3 √3. അപ്പോൾ തീറ്റ ഈക്വൽ എത്രയാണ്? എപ്പോഴാണ് ടാൻ 60 ആണ്, 60 ഡിഗ്രിയാണ് 30 √3 എന്ന് പറയുന്നത്. സോ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ +or -3 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ട? അപ്പോൾ തൽക്കാലം √3 നിർത്താൽ മതി, പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്താൽ മതി. കാരണം tan² θ 3 ആകുമ്പോൾ tan θ √3 കിട്ടും. അപ്പോൾ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, if sin A equal to cos A, find the value of find the value of 2 tan square A plus sin square A equal to +1. ഇതിൻ്റെ വാല്യൂ കൊടുക്കാം. If sin A equal to cos A, find the value of 2 tan square A plus sin square A plus 1. ഓക്കെ, അപ്പോൾ sin A ഈക്വൽ ടു cos A ആണെങ്കിൽ, sin A ഈക്വൽ ടു cos A ആണെങ്കിൽ നമുക്ക് ഇംപ്ലൈസ് എൻ്റെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? sin 45 ഡിഗ്രി 1/√2, cos 45 ഡിഗ്രിയും 1/√2 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 45 ഡിഗ്രി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 tan square 45 പ്ലസ് sin square 45 പ്ലസ് 1 കിട്ടും. tan 45 വാല്യൂ എത്ര? 1 ആണ്. അപ്പോൾ 2 × 1 പ്ലസ് sin 45 എത്രയാണ്? 1/√2. 1/√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2. മനസ്സിലായില്ലേ? sin square 45 എന്ന് പറഞ്ഞാൽ 1/√2 ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അതിൻ്റെ ആൻസർ 1/2 ആണ്. പ്ലസ് 1. അപ്പോൾ 2 1 3 ആണ്. 3 പ്ലസ് ഹാഫ്, 3 ഹാഫ് ആണ് എത്ര? 7.5 ആണ്. 3.5 ആണ്. സോ ആൻസർ ഈസ് 7/2. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. അപ്പം ബാക്കിയുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.